ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ സലാലയിലെ കുറേ വിശേഷങ്ങൾ കാണിക്കുവാനാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സലാലയിലോട്ട് പോകുന്ന റോഡ് ഒന്ന് പരിചയപ്പെടാം. നമ്മളിപ്പം റൂവിന്ന് സലാലയ്ക്ക് പോകണമെങ്കിൽ നല്ല ഒരു 1100 കിലോമീറ്ററോളം ഉണ്ട് സലാലായി ചെല്ലാനായിട്ട്. നമ്മുടെ നിസുവ കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ ഡബിൾ പാത. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിംഗിൾ റോഡിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. വളരെ റിസ്ക് പിടിച്ച ഒരു ഡ്രൈവാണ് കാറിൽ പോവുകയാണെങ്കിൽ. അതായത് ഒരു 700 കിലോമീറ്ററെങ്കിലും ദൂരം വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ വളരെ റിസ്ക്കിയാണ്. ഒറ്റയ്ക്കൊന്നും പോകരുത്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോയാൽ നല്ല രസമാണ്. ഡ്രൈവിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ മനോഹരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ പുറകെ സലാലയിലെ നല്ല മനോഹരമായ കാഴ്ചകളും അവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. അങ്ങനെ ഇതുപോലെ തന്നെ ഈ കാണുന്നത് പോലെ തന്നെയാണ് സലാലയിൽ പോകുന്ന റൂട്ട്. വഴി സൈഡിലെങ്ങും ഒരു സാധനവും കിട്ടില്ല. നമ്മൾ വണ്ടിയിൽ ആവശ്യത്തിനുള്ള വെള്ളം, ഭക്ഷണം എല്ലാം കരുതുക. അത്യാവശ്യം മെഡിസിനും കരുതുക. പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ നല്ല കണ്ടീഷനാണെങ്കിൽ മാത്രമേ കാർ ഡ്രൈവ് ചെയ്ത് പോകാവുള്ളൂ. അങ്ങനെ ഡ്രൈവ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് രസമാണ്. കൂട്ടുകൂടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു മനോഹരമായ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംവിധാനമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ വിജനമായിട്ടുള്ള വഴിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ സലാലായി പോകാത്തവർക്കും അതുപോലെ ഒമാന് വെളിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോകുന്ന ആ വഴികൾ മൊത്തം ഇതുപോലെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ സലാലയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ വഴി ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അവിടെ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. വണ്ടിയുടെ ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അതുപോലത്തെ ഇരുട്ടായിരിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ മാക്സിമം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ ചില സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വലിയ ടൈലറൊക്കെ കിടക്കുന്ന സ്ഥലം. നമ്മൾ അവിടെ മാത്രമേ വണ്ടി നിർത്തിയിടാവുള്ളൂ. അല്ലാതെ റോഡ് സൈഡിലൊന്നും നിർത്തിയിടരുത്. അതൊക്കെ വളരെ ഡേഞ്ചറാണ്. പിന്നെ തുമ്പ്രിയത്ത് എത്താറാകുമ്പോഴാണ് കുറച്ച് വെട്ടവും വെളിച്ചവും ഒക്കെ കാണാൻ പറ്റുന്നത്. ഡബിൾ പാതയൊക്കെ ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും സിംഗിൾ പാതയിലേക്ക് തന്നെ പോകും. അങ്ങനെ ഇടയ്ക്ക് പിന്നെ ഒരു 300 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പെട്രോൾ പമ്പൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചടിച്ചിടുക പോകുന്ന വഴിക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് സലാലയിലെ റോഡിൻ്റെ അവസ്ഥ. ട്രെയിലറുകളും ഒക്കെ ചീറിപ്പാഞ്ഞ് വരും. നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു റോഡാണ്. നമ്മൾ ഇവിടെ ക്യാമറ ഒന്നും സൈഡിലില്ലാത്തത് കാരണം ആൾക്കാർ നല്ല ഓവർ സ്പീഡിലൊക്കെയാണ്, 100, 160 സ്പീഡിലൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഏറെക്കുറെ നമ്മളും ആ ഒരു റേഞ്ചിലൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ക്യാമറ ഇല്ല, വിജനമാണ്. ദൂരെ നിന്ന് വരുന്ന വണ്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ടും ആക്സിഡൻറ്റ് നടക്കുന്ന ഇവിടെ പൊടിക്കാറ്റുണ്ട്. ചില സമയങ്ങളിൽ നല്ല പൊടിക്കാറ്റായിരിക്കും. വണ്ടിയൊക്കെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള കാറ്റുണ്ടാവും.
അപ്പോഴൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം. അപകടം ഏത് സമയവും സംഭവിക്കാവുന്ന ഒരു ഏരിയയാണ് സലാലയിലെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒത്തിരി ടയറൊക്കെ പൊട്ടിയതും അതുപോലെ വണ്ടി ആക്സിഡൻ്റായി ചുരുണ്ട് കിടക്കുന്നതൊക്കെ നമുക്ക് പോകുമ്പം കാണാൻ പറ്റും. അപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് ഇൻട്രസ്റ്റ് നല്ലതാണെങ്കിലും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ഡ്രൈവ് തന്നെയാണ് സലാലയ്ക്കുള്ള ട്രിപ്പ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. ആ വഴിയുടെ ഒരു ഭീകരതയും ആ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം, ഒരു മനുഷ്യർ പോലും ഇല്ലാത്തൊരു ഏരിയ ആണ്. നമുക്ക് ബൈ ചാൻസിൽ വണ്ടിക്ക് എന്തെങ്കിലും ടയർ പഞ്ചറാവുകയോ അതുപോലെ ബ്രേക്ക് ഡൗൺ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്ന് തന്നെ പറയാം. അതായത് നമ്മളൊരാളെ വിളിച്ചാൽ തന്നെ പറഞ്ഞെങ്കിൽ അവർ 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്ററൊക്കെ ഓടി വേണം നമ്മുടെ അടുത്ത് എത്താൻ തന്നെ. അതൊക്കെ തന്നെ വളരെ റിസ്ക്കിയാണ്. അഥവാ അങ്ങനെ പെട്ടുപോയാൽ തന്നെയാലും നമുക്ക് അതിനുള്ള മുൻകരുതലോട് കൂടിയൊക്കെ നമ്മൾ സലാല ട്രിപ്പ് ഡ്രൈവ് ചെയ്ത് പോകാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. കുറച്ചുകൂടെ ഉള്ളത് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ എടുത്തിട്ടുണ്ട് സലാല എത്തുന്നിടം വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ. അത് കഴിഞ്ഞാൽ സലാലയിൽ ചെന്നിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ബാക്കി തുടർന്ന് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ സലാല എത്താറായി. അങ്ങനെ സലാലയിലെത്തി. സലാല എത്തുമ്പം തന്നെ ഒരു ലൈറ്റും 2 സൈഡിലും മറ്റേ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ അനുഭവപ്പെടും. ഞങ്ങൾ ചെല്ലുമ്പം തന്നെ നല്ല കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി രാത്രിയിലത്തെ ഡ്രൈവൊക്കെ വളരെ റിസ്ക്കി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സലാല എത്തുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക വേറൊരു രാജ്യത്ത് ചെന്ന പോലുള്ളൊരു ഫീലാണ് സലാലയിൽ ചെന്ന് കയറി കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം തന്നെ സലാലയുടെ അറിയാൻ പറ്റുന്ന അവിടെ ഒരു റൗണ്ട് ബോട്ടുണ്ട്. അവിടെ ഒരു ക്ലോക്ക് ടവറും ഒക്കെ ആയിട്ടൊരു റൗണ്ട് ബോട്ടാണ്. അതായത് സലാലയുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ നമ്മൾ സലാല എത്തി. ഇനി അടുത്ത സലാലയ്ക്കുള്ളിലുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ സലാലയുടെ റൗണ്ട് ബോട്ടോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിനി അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നിടം വരെ ആയി. നമസ്കാരം. ബൈ.